പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാമത്തെ അധ്യായം 19-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ്: എൻ്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുന്നോവ് അനുഭവിക്കുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ തിരുവചന ഭാഗം നമ്മുടെ ജീവിതത്തിലെ ഏറെ അന്വർത്ഥമാക്കേണ്ട ഒരു കാര്യമാണ്. യേശുക്രിസ്തു നമ്മളിൽ രൂപപ്പെടണമെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരിലും ലോകം മുഴുവനുമുള്ള ഓരോ ദൈവമക്കളിലും ക്രിസ്തു രൂപപ്പെടുന്നത്, അത് നമ്മൾ ആ ഒരു ലക്ഷ്യത്തോടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട സഹനങ്ങളെ സ്വീകരിക്കുമ്പോഴാണ്. പരിശുദ്ധ അമ്മയിലാണ് ഈശോ ആദ്യമായിട്ട് രൂപപ്പെടുന്നത് നമ്മൾ കാണുന്നത്. പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെ ആ സന്ദേശം, മംഗളവാർത്ത, അത് സ്വീകരിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം അതൊരു മംഗളവാർത്തയായിരുന്നില്ല. വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടി ഗർഭിണിയാകുന്നു, ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നു എന്നൊക്കെയുള്ള സന്ദേശങ്ങൾ ഒരിക്കലും അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു മംഗളവാർത്തയായിരുന്നില്ല. എന്നാൽ അമ്മ അതിനെ സ്വർഗത്തിൻ്റെ സന്ദേശമാകിയാൽ അതിനെ മംഗളവാർത്തയായിട്ട് തന്നെ അമ്മ സ്വീകരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഓരോ ദിവസവും എത്രയെത്ര വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. പല വാർത്തകളും നമുക്ക് വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും അസ്വസ്ഥകളൊക്കെ ഉണ്ടാക്കുന്നതാണ്. എന്നാൽ പരിശുദ്ധ അമ്മയെ പോലെ ഓരോ വാർത്തകളും സ്വർഗത്തിൽ നിന്ന് വരുന്നതാണെന്നും ദൈവത്തിൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെന്നും അതിനാൽ അതിലൂടെ വരുന്ന സഹനങ്ങളെല്ലാം ക്രിസ്തു എന്നിൽ രൂപപ്പെടുന്നതിന് കാരണമാകുന്നുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ക്രിസ്തു നമ്മൾ രൂപപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങും. നമ്മുടെ ലക്ഷ്യങ്ങൾ മാറും, മൂല്യങ്ങൾ മാറും, ജീവിതശൈലി മാറും, ചിന്താരീതികൾ മാറും, പ്രവർത്തന ശൈലികൾ മാറും. ക്രിസ്തു നമ്മിൽ രൂപപ്പെടുന്നില്ലെങ്കിൽ നമ്മളെപ്പോഴും വെറും ലൗകികരായ മനുഷ്യർ തന്നെയായിരിക്കും. ക്രിസ്തു നമ്മിൽ രൂപപ്പെട്ട് ഈ ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ നമ്മൾ അഹങ്കാരത്തിൽ നിന്ന് എളിമയിലേക്കും, സ്വാർത്ഥതയിൽ നിന്ന് ശൂന്യവൽക്കരണത്തിലേക്കും, ശത്രുതയിൽ നിന്ന് അനുരഞ്ജനത്തിലേക്കും കടന്നു വരുമ്പോൾ തിരുവചനം പറയുന്നു, അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യും. ഇതാണ് ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ നമ്മളിൽ സംഭവിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്.